മാപ്പിളപ്പാട്ട് കലാകാരി റംല ബീഗത്തിനെ പുരസ്കാരവേദിയിൽ അവഹേളിച്ചതായി പരാതി. ഉപഹാരം നൽകാനെത്തിയ ഗായകൻ ഷാഫിക്കെതിരെയാണ് ആരോപണം. ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ ഷാഫി ഇറക്കിവിട്ടതായും പരാതിയുണ്ട്. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സിലെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായികയും കഥാപ്രാസംഗികയുമായ റംല ബീഗത്തിനെ അവഹേളിച്ചതായാണ് ആരോപണം. ഉപഹാരം നൽകാനെത്തിയ ആൽബം ഗായകൻ ഷാഫി കൊല്ലം റംല ബീഗത്തിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചെന്നാണ് പരാതി. ഷാഫിയും കൂടെയുള്ളവരും അടച്ചിട്ട മുറിയിൽ വെച്ച് മകളൊഴികെ മറ്റു ബന്ധുക്കളെ ഒഴിവാക്കിയാണ് ഉപഹാരം നൽകിയത്. ഉപഹാര സമർപ്പണ ചടങ്ങിന്റെ ചിത്രമെടുക്കാനോ വീഡിയോ പകർത്താനോ സമ്മതിച്ചില്ലെന്നും കേരള മാപ്പിളകല അക്കാദമി ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി പറഞ്ഞു. ഞാൻ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കാരണം ആ മഹദിയുടെ ധാരാളം കുടുംബക്കാരും അയൽവാസികളും ബന്ധുക്കളും ഞങ്ങളെപ്പോലുള്ള മിത്രങ്ങളും ഒക്കെ ഇത് കാണണം, സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നവർ വളരെ നിരാശയായാണ് പോകുന്നത്. കാരണം അവൻ അടച്ചിട്ട റൂമിൽ വെച്ച് ആ മഹദിക്ക് എന്തോ കൊടുത്തെന്ന് പറയുന്നു. ഉപഹാര ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനായി റംല ബീഗത്തിന്റെ കുടുംബം ക്ഷണിച്ചത് പ്രകാരം വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരെ ഷാഫി വീഡിയോ പകർത്താൻ അനുവദിക്കാതെ ഇറക്കിവിടുകയും ചെയ്തു. എന്നാൽ വീഡിയോ പകർത്തരുതെന്ന് നേരത്തെ തന്നെ കുടുംബത്തോട് പറഞ്ഞിരുന്നതായും ഷാഫി കൊല്ലം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവര് പുറത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ കുഴപ്പമില്ല. അത് അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് അവർ അസുഖം ബാധിച്ച് കിടക്കുന്ന അവസ്ഥയിൽ അവർ അസുഖം ബാധിച്ച, പക്ഷെ അവർക്ക് ഈ റംല ബീഗം എന്ന് പറയുന്ന ആൾക്ക് വരെ താല്പര്യമുണ്ട്. അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത് അവരുമായിട്ടുള്ള ആ താല്പര്യം അവരുടെയാണ്. അത് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയാം. ഞങ്ങളാണല്ലോ കൊടുക്കുന്നത്. കലാകാരികൾക്ക് വേദി നിഷേധിച്ച യാഥാസ്ഥികരുടെ ഭീഷണി അവഗണിച്ച കലാകാരിയാണ് റംല ബീഗമെന്ന് പുരസ്കാരത്തിനൊപ്പം നൽകിയ ഫലകത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പുരസ്കാര സമർപ്പണം ചിത്രീകരിക്കുന്നത് തടഞ്ഞ ഷാഫിയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.